Hi friends, Food Safety പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മയോണീസും ചീസും മുട്ടയും ഒന്നും ചേർക്കാതെ നല്ലൊരു സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മയോണീസിന് പകരം ഒരു സോസ് ഉണ്ടാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഈ മൈദ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എത്ര ചിക്കനാണ് നിങ്ങളുള്ളത് അതിലൊന്ന് കുഴയാൻ പാകത്തിന് സോസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഗാർലിക് പൗഡർ അത്രയും തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ മിക്സിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1/2 ഗ്ലാസ് പാലാണ്. തേങ്ങാപ്പാലൊന്നുമല്ല, നോർമൽ പാൽ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മൈദയുടെ ചെറിയ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. തീ ഏറ്റവും കുറച്ച് വെക്കുക. നല്ല സ്മൂത്തായിട്ട് പേസ്റ്റായി വരണം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ മൈദയുടെ അളവ് കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പം പാൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം ഈ സോസിൽ ഉപ്പ് ചേർക്കുക. ഈ സോസ് നമ്മൾ ഉപയോഗിക്കുന്ന മയോണീസിന് പകരമാണ്. ഇതുപോലെ സ്മൂത്ത് ആയിട്ടിരിക്കണം. ഇപ്പം ഞാനൊരു ബൗളിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യാനുസരണം നമ്മൾ തയ്യാറാക്കിയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒരു പിടി ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുത്തു, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ സോസ് കുറവുണ്ടെന്ന് തോന്നിയാൽ സോസ് ചേർക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ്റെ മിക്സിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. ഇപ്പോൾ ഫില്ലിങ്സ് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമുക്കിനി ഇത് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം, നോർമൽ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. മിൽക്ക് ബ്രെഡ്, വീറ്റ് ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ 2 സ്ലൈസ് ബ്രെഡിലും ഇതുപോലെ ബട്ടർ തൂത്ത് കൊടുക്കുവാണ്. നമുക്ക് ബ്രെഡിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ ബട്ടർ ഉള്ളിൽ വരുന്നത് പോലെ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്യാം. നന്നായിട്ട് പ്ലാസ്റ്റിക് റാപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2 ദിവസം വരെ ഇതിങ്ങനെ കേടാവാതിരിക്കും. നമ്മൾ എഗ്ഗൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇത് റോസ്റ്റ് ചെയ്ത് കഴിയണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ മയോണൈസും ചീസും തൈരും അങ്ങനെ ഒന്നും ചേർക്കാത്ത അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.